കോയമ്പത്തൂരിൽ നിന്ന് ഷാരിഖ് നവാസ് ഉണ്ട്. ഷാരിഖ് ഏതെങ്കിലും ബൂത്തിന് മുന്നിലാണോ ഉള്ളത്? അമൃത, തീർച്ചയായും ഞാനൊരു ബൂത്തിലാണുള്ളത്. ഈ മധുക്കരയിലുള്ള ഒരു ഗവൺമെന്റ് LP സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് രാവിലെയൊക്കെ ഗ്രാമീണ മേഖലകളിൽ വലിയൊരു തിരക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ ഉച്ചയോടുകൂടി ഈ തിരക്ക് അപ്പാടെ ഇല്ലാതായി എന്ന് വേണം പറയാൻ. കാരണം ഇപ്പോൾ ഈ ബൂത്തിലൊന്നും ആരും തന്നെ ഇല്ല എന്ന് പറയാം. ആകെ 1-2 ആളുകൾ മാത്രം എത്തി വോട്ട് ചെയ്യുന്നു, മടങ്ങുന്നു. അത്തരത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥർ പോലും വെറുതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അത്തരത്തിൽ ഈ ഗ്രാമീണ മേഖലകളിൽ തീരെ ഒട്ടും ആളില്ല. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സിറ്റികളിലുള്ള കോളേജുകളിലും മറ്റു ബൂത്തുകളിലും ഒക്കെ ചെന്നിരുന്നു. അവിടെയും സമാനമായി 12 മണിക്ക് ശേഷം തീരെ തിരക്ക് കുറയുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ നേരിടുന്നത്. അത്തരത്തിൽ ഗ്രാമീണ മേഖലയിലും അതുപോലെ തന്നെ സിറ്റികളിലും, കോയമ്പത്തൂർ എന്ന് പറയുന്ന ഒരു സിറ്റി കൂടിയാണ്, ആ സിറ്റികളിലും കോളേജിലും മറ്റു ബൂത്തുകളിലും ഒക്കെയായി ആളുകൾ, വോട്ടർമാർ തീരെ എത്തുന്നില്ല എന്ന് വേണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ചൂട് കൂടിയതിനാലായിരിക്കും ഇപ്പോൾ വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവ് വന്നിരിക്കുന്നതെന്ന് പറയാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ അമിതമായ ഒരു കനത്ത ചൂട് തന്നെയാണുള്ളത്. അപ്പോൾ ഈ നേരത്ത് ആരും പുറത്തിറങ്ങുന്നില്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ്. പോളിംഗ് ഉദ്യോഗസ്ഥർ പോലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പോളിംഗ് ഉദ്യോഗസ്ഥർ വോട്ടർമാരെ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ആരും തന്നെ ഈ ബൂത്തുകളിൽ, ഇവിടെ 3 ബൂത്തുകളുണ്ട്, 3 ബൂത്തുകളിൽ പോലും ഒരു വരിയോ അല്ലെങ്കിൽ ആളുകൾ എത്തി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. എന്തായാലും 1 മണിയുടെ തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനമാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. 2 മണിയുടെ അപ്ഡേറ്റ് ആയി വന്നിട്ടില്ല. 58.24% 1 മണിക്ക് കോയമ്പത്തൂർ ജില്ലയിൽ ആകമാനം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 10 മണ്ഡലങ്ങളിലായാണ് ഇവിടെ കോയമ്പത്തൂർ ജില്ലയിൽ ആകെ 10 മണ്ഡലങ്ങളിലാണ്. 10 മണ്ഡലങ്ങളിലും വാശിയേറിയ പോരാട്ടമൊക്കെയാണ് നടന്നത്. DMKയും ADMKയും അതുപോലെ തന്നെ TVKയും, വിജയ് നേതൃത്വം നൽകുന്ന TVK ഉൾപ്പെടെ വലിയ പോരാട്ടവും അതുപോലെ തന്നെ വലിയ പ്രചാരണമൊക്കെ നടന്നിരുന്ന ഒരു ജില്ല കൂടിയാണ് കോയമ്പത്തൂർ. അത്തരത്തിൽ ഇപ്പോൾ കുറച്ച് പേര്, അതായത് വളരെ തുച്ഛമായ ആളുകൾ മാത്രമാണ് വന്ന് വോട്ട് ചെയ്യുന്നുള്ളൂ. 1-2 ആളുകളെ മാത്രമേ നമുക്ക് ബൂത്തുകളിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നുള്ളൂ. അത്തരത്തിൽ തിരക്ക് വളരെയേറെ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണം തന്നെ പറയാൻ. എന്തായാലും പോളിംഗ് ശതമാനം ഇപ്പോൾ, അതായത് ഇവിടുന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം, പോളിംഗ് ശതമാനം എന്തായാലും ഉയർന്നു തന്നെയാണ്. കാരണം വൈകിട്ടാകുമ്പോഴേക്കും ഇത് വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട് തന്നെയാണ് അമൃത പറയുന്നത്. ശരി, ഷാരിഖ് നവാസാണ് കോയമ്പത്തൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും നല്ല പോളിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ ഉച്ച ചൂടിന്റെ സമയമായതുകൊണ്ട് ചെറിയ രീതിയിൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് ഇപ്പോൾ എത്താൻ കുറച്ച് മടിക്കുന്നുണ്ട്. പക്ഷേ വൈകുന്നേരത്തേക്ക് ആകുമ്പോഴേക്കും കുറച്ചുകൂടി ആളുകൾ വാശിയോടുകൂടി തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.